ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. എക്കണോമിക്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. പബ്ലിക് എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ നിന്നും, അതായത് മാക്രോ എക്കണോമിക്സിലെ 6 ചാപ്റ്ററിൽ നിന്നും ഷുവർ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും കൃത്യമായിട്ടുള്ള നോട്ട്സും മിസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലേക്ക് പറയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലേക്ക് പറഞ്ഞാൽ നമുക്ക് മാരത്തോണിലേക്ക് അത് സെറ്റ് ആക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 മാരത്തോൺ ഒക്കെ ഉണ്ട്. എല്ലാ മക്കളും വന്ന് പങ്കെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്കറിയാം നമ്മുടെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ആണല്ലേ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി പഠിക്കേണ്ട ഒരു ചോദ്യമാണ് റൈറ്റ് എ നോട്ട് ഓൺ ദി എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. എങ്ങനെയാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്, എമേർജ് ചെയ്തത്? മിക്ക കുട്ടികളും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് കൃത്യമായിട്ട് എഴുതേണ്ടതെന്നുള്ളത് മിസ് ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത്, ആദ്യം ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ എഴുതണം. എന്താ പറഞ്ഞത്? ദേ ബിലീവ്ഡ് ദാറ്റ് മാർക്കറ്റ് കുഡ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഫുൾ എംപ്ലോയ്മെന്റ് ഇൻ ദ എക്കോണമി. എക്കണോമിക്കകത്ത് എന്ത് ചെയ്തോളും? ഫുൾ എംപ്ലോയ്മെന്റ് ആയിക്കോളും. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. അഥവാ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് വുഡ് കറക്റ്റ് ദംസെൽഫ്, സ്വന്തമായിട്ട് തന്നെ കറക്റ്റ് ആയി പൊയ്ക്കോളും. മാർക്കറ്റില് ഡിമാൻഡും സപ്ലൈയും കൂടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കൊള്ളും. അവിടെ ഗവൺമെന്റ് ഇന്റർവെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ ഓവർ പ്രൊഡക്ഷൻ എന്നോ ഫുൾ അൺഎംപ്ലോയ്മെന്റ് എന്നോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ എക്കണോമി സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്തോളും എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടുണ്ടായ ഒരു സംഭവമാണ് മഹാസാമ്പത്തിക മാന്ദ്യം അഥവാ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഡിപ്രഷൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? മാസീവ് അൺഎംപ്ലോയ്മെന്റ്, ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു, ബാങ്കുകൾ കൊളാപ്സായി, എക്കണോമി മൊത്തത്തിലൊരു അട്ടർ കൺഫ്യൂഷനിലേക്ക് പോയി, എന്ത് ചെയ്യണം എന്നറിയില്ല ആൾക്കാർക്ക് അല്ലെ. അതേപോലെ തന്നെ ഓരോ രാജ്യത്തെ ടോട്ടൽ ഔട്ട്പുട്ട് കുറഞ്ഞു. ഇപ്പൊ നമ്മൾ USA കാര്യം നോക്കുകയാണെങ്കിൽ USA ആ സമയത്ത് 33% ഔട്ട്പുട്ട് കുറഞ്ഞത്. അപ്പൊ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എക്കണോമി സ്വന്തമായിട്ട് കറക്റ്റ് ആയോ? സ്വന്തമായിട്ട് ഓട്ടോമാറ്റിക്കലി എല്ലാം കറക്റ്റ് ആയോ? ഇല്ല. അപ്പോഴാണ് നമ്മുടെ JM കെയ്ൻസ് രക്ഷകനെ പോലെ വന്നിട്ട് അദ്ദേഹം ഒരു ബുക്ക് അവിടെ പബ്ലിഷ് ചെയ്തു. ആ ബുക്കിന്റെ പേരാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നാ പബ്ലിഷ് ചെയ്തത് 1936. ഈ ബുക്കിലൂടെ അദ്ദേഹം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് അഥവാ മാക്രോ എക്കണോമിക്സിന്റെ ഇമ്പോർട്ടൻസ് പറയുകയായിരുന്നു. ഇദ്ദേഹം മാക്രോ എക്കണോമിക്സ് കണ്ടുപിടിച്ച ആളാണോ? അല്ല. അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്ത ആളാണ്. മനസ്സിലായോ? അപ്പൊ ദ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ആരാണ്? JM കെയ്ൻസ് ആണ്. അപ്പൊ അദ്ദേഹം ഈ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ മക്കളെ? എക്കണോമി ഒരിക്കലും ഫുൾ എംപ്ലോയ്മെന്റിൽ ഓട്ടോമാറ്റിക്കലി എത്തില്ല. അതേപോലെ തന്നെ ഗവൺമെന്റ് ഇടപെടണം. എന്നാൽ മാത്രമേ എക്കണോമിയിലെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ 4 മാർക്കിനായിരിക്കും ഈ ചോദ്യം മിക്കപ്പോഴും ചോദിക്കുന്നത്. 4 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അടുത്ത ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ആർ ദി മേജർ സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി? ഒരു എക്കണോമിയിലെ മേജർ സെക്ടേഴ്സ് എന്തൊക്കെയാണ് അക്കോർഡിംഗ് ടു മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ? എന്തൊക്കെയാണ് മക്കളെ? നമുക്ക് 4 സെക്ടേഴ്സ് ആണുള്ളത്. ഹൗസ് ഹോൾഡ്, ഫേംസ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. ക്ലിയർ ആയോ? ഹൗസ് ഹോൾഡ്, ഫേംസ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. അങ്ങനെ ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കല്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ആർ ദി 3 മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം? ദേശീയ വരുമാനം കണക്കാക്കാനുള്ള 3 വഴികൾ ഏതൊക്കെയാണ്? അവ ഇതൊക്കെയാണ് സർ. എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഉൽപ്പന്ന രീതി, വാല്യൂഡ് മെത്തേഡ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി. ഇവിടെ മക്കളെ സംഭവിക്കുന്നത്, ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും വാല്യൂ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഒരു രാജ്യത്ത് 1 കമ്പനിയാണോ 2 കമ്പനിയാണോ 3 കമ്പനിയാണോ അല്ല ഇഷ്ടമാതിരി കമ്പനികളുണ്ട്. ഈ കമ്പനികളുടെ എല്ലാ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ ഇൻകം കിട്ടും. ആദ്യമേ ഈ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു കമ്പനിയിൽ ഞാൻ 100 ചെരുപ്പ് ഉണ്ടാക്കി. ഒരു ചെരുപ്പിന് 10 രൂപയാണെങ്കിൽ എത്ര എന്റെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്? 100 × 10. എന്താ ചെയ്തത്? പ്രൈസിനെ ഞാൻ ക്വാണ്ടിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്തതാണ്. അപ്പൊ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി, മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. എന്തിനാ മക്കളെ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞ ഗുഡ്സ് നമുക്കുണ്ട് അല്ല. എന്താണ്? ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഗുഡാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ടയർ ഉണ്ടാക്കിയിട്ട് ടയറിന്റെ ആ വില കാറിന്റെ വിലയിനകത്ത് ആഡ് ചെയ്യും.
അപ്പൊ ടയറിന്റെ കമ്പനിയുടെ നമ്മൾ ഔട്ട്പുട്ട് എടുത്തു 10,000 കോടി രൂപയാണെന്ന് എടുത്തു ടയർ ഉണ്ടാക്കിയ. ഈ ടയർ വേറൊരു മെഷീനകത്ത് വെക്കും, അല്ലെങ്കിൽ വേറൊരു കാറിനകത്ത് വെക്കും. അപ്പൊ ഈ കാറിനകത്ത് വെക്കുമ്പോൾ ടയറിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ കാറിന്റെ കമ്പനിയുടെ ആഡ് ചെയ്യുന്നുണ്ട്, ടയർ കമ്പനിയിലും ആഡ് ചെയ്യുന്നുണ്ട്. 2 തവണ നമ്മൾ ആ ടയറിന്റെ പൈസ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാധനത്തിന്റെ വിലയൊക്കെ 2 തവണ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ GDP എവിടേക്കോ പോയി നിൽക്കും. അപ്പോൾ ഡബിൾ കൗണ്ടിങ് എന്ന പ്രശ്നം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ വാല്യൂ ആഡഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ, ആ കമ്പനി എന്തെങ്കിലും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എവിടെന്നെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കുറച്ചിട്ട് മാത്രമേ നമ്മൾ GDP ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. അതുകൊണ്ട് നമുക്കറിയാം GDP is equal to സിഗ്മ n, I is equal to 1. I എന്ന് പറയുന്നത് ഒരു ഫേം ആണ്. അതൊന്നാണോ? അല്ല, ഇഷ്ടം പോലെ നമ്പർ ഓഫ് ഫേംസ് ആകാം. അത് ടോട്ടൽ ഗ്രോസ് വാല്യൂ ആഡഡ് ആണ്. മൊത്തത്തിലുള്ള ഗ്രോസ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുവാണ് GDP. ഒരു രാജ്യത്ത് ഒരു കമ്പനി മാത്രമല്ലല്ലോ, ഇഷ്ടംപോലെ കമ്പനികളാകാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലുള്ള എല്ലാ ആഭ്യന്തര ചെലവുകളും നമ്മൾ ആഡ് ചെയ്യാണ്. അതായത് നമുക്കറിയാം ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ എക്സ്പെൻഡിച്ചർ ഇവിടെ എടുക്കില്ല കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, ഇന്റർമീഡിയറ്റ്സിന്റെ ഗുഡ്സിന്റെ എക്സ്പെൻഡിച്ചർ ചെലവ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അതേപോലെ തന്നെ നമുക്കറിയാം നമുക്ക് 4 സെക്ടേഴ്സ് ആണുള്ളത്. ഈ ഓരോ സെക്ടേഴ്സിലും ഉള്ള ചെലവുകൾ, എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം നമ്മുടെ ഹൗസ് ഹോൾഡ് ചെയ്യുന്നത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഫേംസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി എക്സ്റ്റേണൽ സെക്ടറിൽ നിന്നും നമ്മൾ GDP അല്ലേ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ, നമ്മൾ അതുകൊണ്ട് എക്സ്പോർട്ടിലുള്ള റവന്യൂ മാത്രമേ എടുക്കുള്ളൂ. ഇമ്പോർട്ട് ഇവിടെ ആഡ് ചെയ്യില്ല. ഇമ്പോർട്ട് ഇവിടെ ആഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഈ കൺസപ്ഷനിലും ഇൻവെസ്റ്റ്മെന്റിലും ഗവൺമെന്റ് ഫൈനൽ എക്സ്പെൻഡിച്ചറിലുമുള്ള ഇമ്പോർട്ട് നമ്മൾ മൈനസ് ചെയ്ത് മാറ്റണം. അതായത് കൺസപ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് റവന്യൂ മൈനസ് ഇമ്പോർട്ട്. അതായത് നമുക്കറിയാം GDP ആയതുകൊണ്ട് ഇമ്പോർട്ട് ഇവിടെ നമുക്ക് വേണ്ട. നമുക്കറിയാം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് കൺസപ്ഷനിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഗവൺമെന്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് മൈനസ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. ഇത് ഡിറൈവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത മെത്തേഡ് ഇൻകം മെത്തേഡാണ്. വരുമാന രീതിയിൽ നമുക്കറിയാം നമ്മുടെ ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, ഓർഗനൈസർ, അതേ 4 പേർക്കും കിട്ടുന്ന ഫാക്ടർ പേയ്മെന്റ്സ് അതങ്ങോട്ട് ആഡ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുവടാ? ഇവിടെ നമുക്ക് നാഷണൽ ഇൻകം കിട്ടും. അങ്ങനെയാണെങ്കിൽ GDP ഈസ് ഈക്വൽ ടു റെന്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അത്രയ്ക്കും സിമ്പിൾ ആണ്. അതേപോലെ തന്നെ മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡിപ്രീസിയേഷൻ ചാർജും ഇൻഡയറക്ട് ടാക്സും ഓൾറെഡി ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. എന്താ മക്കളെ? ഡിപ്രീസിയേഷൻ ചാർജും നെറ്റ് ഇൻഡയറക്ട് ടാക്സും ഗ്രോസ് പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ മക്കൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നിന്നും ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ഒരു ചോദ്യമാണ്, വാട്ട് വി കാൻ ടേക്ക് GDP ആസ് എൻ ഇൻഡെക്സ് ഓഫ് വെൽഫെയർ ഓഫ് എൻ എക്കോണമി. ഒരു എക്കണോമിയുടെ ഒരു നല്ല അളവുകോലായിട്ട് നമുക്ക് ഒരിക്കലും GDP എടുക്കാൻ പറ്റത്തില്ല. വൈ എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? GDPയുടെ ലിമിറ്റേഷൻസ് എഴുതിയാൽ മതി. ഇത്രയും ലിമിറ്റേഷൻസ് ആണുള്ളത്. ഈ ലിമിറ്റേഷൻസ് ഒന്നും മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 ലൈവിലായിരിക്കും കൊടുക്കുക. കാരണം എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. എന്നാൽ ഒരു ഓവറോൾ ഒരു കാര്യം പറയാം. നമുക്കറിയാം എക്കണോമിയിൽ ഇൻഇക്വാളിറ്റി ഉണ്ട്. റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പോർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വരുമാനം കൂടിയ GDP കൂടും. അതിനർത്ഥം രാജ്യത്ത് പുരോഗതി ഉണ്ടെന്നാണോ? അപ്പോഴും ആൾക്കാർ പോരാട്ട ആൾക്കാർ ഇവിടെ ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇൻഇക്വാളിറ്റി ഉണ്ട്. അതും GDP കണക്ക് എടുക്കുന്നില്ല, GDP നോക്കുന്നേ ഇല്ല. അതേപോലെ തന്നെ നോൺ മോണിറ്ററി ചേഞ്ചസ്, പൈസ അല്ലാതെ വേറെയുള്ള ചേഞ്ചസും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യുന്നില്ല, GDP ആഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എക്കണോമിക് കമ്പോസിഷൻ ഓഫ് GDP. ഇപ്പൊ GDP കൂടാന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ ആൽക്കഹോൾ, സിഗരറ്റ് ഇത് നിർമ്മിക്കുന്ന കമ്പനികൾ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇവർ ഒരുപാട് വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇത് ഒരുപാട് വരുമാനം ക്രിയേറ്റ് ചെയ്താൽ GDP ഒബ്വിയസ്ലി കൂടും. അതിനർത്ഥം രാജ്യം പുരോഗമിക്കുന്നുണ്ടെന്നാണോ? അല്ല, അതിന് നല്ല അളവുകോലല്ല. ഇപ്പൊ GDP ഹാർംഫുൾ ഗുഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ആഡ് ചെയ്യാൻ പാടില്ലല്ലോ, പക്ഷെ GDP ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ല എക്സ്റ്റേണാലിറ്റി, ബാഹ്യ ഘടകങ്ങൾ, അതായത് ഒരു കാര്യം ഉണ്ടായി, ഇപ്പോൾ ഒരു സ്ഥലത്ത് റൂറൽ ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായി, ആ ഹോസ്പിറ്റൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവുന്ന റിസൾട്ടുകളെയാണ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നല്ല എക്സ്റ്റേണാലിറ്റി ഉണ്ടാകും. ഇപ്പൊ ഒരു റൂറൽ ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ അത് നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇനി വേറൊരു കാര്യം നിങ്ങൾ നോക്കിക്കേ. ഒരു പുഴയുടെ തീരത്ത് ഒരു ഫാക്ടറി വരികയാണ്.
നല്ല കാര്യങ്ങളാണോ? ആ പുഴയിൽ ഫുള്ള് വേസ്റ്റ് മാലിന്യം കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ആദ്യം പറഞ്ഞത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. മിസ് രണ്ടാമത് പറഞ്ഞത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുന്നുണ്ട്? GDP ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ ഇത്രയുമാണ് GDPയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അടുത്തൊരു ചോദ്യം പ്രതീക്ഷിക്കാം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അത് വരയ്ക്കാൻ വേണ്ടി ചോദിക്കാം, ഇല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. മക്കളെ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമ്മൾ 2 സെക്ടേഴ്സിലാണ് പഠിക്കുന്നത്. ഒന്നെന്ന് പറയുന്ന ഹൗസ് ഹോൾഡ്, രണ്ടെന്ന് പറയുന്നത് ഫേംസ്. അപ്പൊ ഫസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡിൽ നിന്നും ഫേംസിലേക്ക് ഫാക്ടർ സർവീസസ് പോവാണ്. നമ്മൾ ആദ്യമേ രാവിലെ എന്താ ചെയ്യുക? ആദ്യമേ ജോലിക്ക് പോവാ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫാക്ടർ സർവീസ് ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ ഇവരെല്ലാം കൂടെ രാവിലെ ഉറക്കം എണ്ണീറ്റ് എങ്ങോട്ട് പോകൂടാ? ഫേമിലേക്ക് ജോലിക്ക് പോകും. വൈകുന്നേരം വരുമ്പോൾ അവർ എന്ത് കൊണ്ടുവരും? അവർ ഫാക്ടർ പേയ്മെന്റ്സ് അന്നത്തെ കൂലി കൊണ്ടുവരും. ലാൻഡിന് റെന്റ്, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസറിന് പ്രോഫിറ്റ്. ഇതൊക്കെ കൊണ്ടുവന്ന് വീട്ടിലിരിക്കുമ്പോൾ രാത്രി പെണ്ണുമ്പിള്ള പറയും, മക്കളെ ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾ പറയും, അല്ലെങ്കിൽ ഭാര്യയാണ് പണിക്ക് പോകുന്നെങ്കിൽ ഭർത്താവ് പറയും പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ അപ്പൊ നമ്മൾ ഇക്വാലിറ്റി ഒക്കെ നോക്കണമല്ലോ. ഭാര്യയും ഭർത്താവും എല്ലാവരും ജോലിക്ക് പോകുന്നു, കുട്ടികളും ജോലിക്ക് പോട്ടെ, എല്ലാവരും ജോലിക്ക് പോട്ടെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ എന്താ? കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ ഈ സെയിം ഹോട്ടലിലാണ് പോകുന്നത്. സെയിം ഹോട്ടലിൽ പോയിട്ട് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അവരെന്ത് വരും? നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് തിരിച്ചു തരും. ഇതൊരു സർക്കിൾ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. രാവിലെ എഴുന്നേൽക്കുന്നു, പണിക്ക് പോകുന്നു, പൈസ കിട്ടി, തിരിച്ചു വരുന്നു, ഫുഡ് കഴിക്കാൻ പുറത്തു പോകുന്നു, ഗുഡ്സ് ആൻഡ് സർവീസ് കിട്ടുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, പണിയെടുക്കുന്നു. മനസ്സിലായോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് ആണ്. പണവും ബാങ്കിങ്ങും. ഇവിടെ മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതും കൂടെ മാച്ച് ചെയ്യാൻ ചോദിക്കും. M1, M2, M3, M4. എന്താ M1 എന്ന് പറയുന്നത്? M1 is equal to CU plus DD ആണെന്ന് ഓർത്തിരിക്കുക. ഇനി M2 എന്ന് പറയുന്നത് M1ന്റെ കൂടെ സേവിംഗ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ആഡ് ചെയ്യുന്നതാണ്. ഇനി M3 എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിച്ച M1ന്റെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ്. ആരുടെ ബാങ്കാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകളുടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് ആണ് നമ്മൾ M1ന്റെ കൂടെ M3 കിട്ടാൻ ആഡ് ചെയ്യുന്നത്. ഇനി M4 എന്ന് പറയുന്നത് M3യുടെ കൂടെ ടോട്ടൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ആഡ് ചെയ്യുക. അവിടെ നമ്മൾ എന്ത് എക്സ്ക്ലൂഡ് ചെയ്യും? നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എക്സ്ക്ലൂഡ് ചെയ്യും എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് മണിയുടെ ഫങ്ഷൻസ് ആണ്. മണിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 3 ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. പ്രൈമറി, സെക്കൻഡറി, കണ്ടീജന്റ്. പ്രൈമറിയിൽ നമുക്കറിയാം മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് വാല്യൂ. അതേപോലെ തന്നെ സെക്കൻഡറിയിൽ സ്റ്റാൻഡേർഡ് ഓഫ് ഡീഫേർഡ് പേയ്മെന്റും. നമ്മുടെ മോഡൽ എക്സാമിന്റെ ചോദ്യം ഉണ്ടായിരുന്നല്ലോ, സ്റ്റാൻഡേർഡ് ഓഫ് ഡീഫേർഡ് പേയ്മെന്റും അതേപോലെ സ്റ്റോർ ഓഫ് വാല്യൂ. എന്താ ആ ക്വസ്റ്റ്യൻ? എന്താണ്? ഒരു കർഷകൻ അദ്ദേഹം കുരുമുളക് കിട്ടി വിറ്റ പൈസ കൊണ്ട് അദ്ദേഹം ബാങ്കിൽ ഇടുന്നു. ഇത് ഏത് മണിയുടെ ധർമ്മത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? മക്കളെ, സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് 10,000 രൂപ കൊണ്ടിട്ടു, അപ്പൊ ഫ്യൂച്ചറിലേക്കുള്ള ഡെപ്പോസിറ്റ്. സ്റ്റാൻഡേർഡ് ഓഫ് ഡീഫേർഡ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ബൈ നോ പേ ലേറ്റർ സംവിധാനങ്ങളില്ലേ, EMI അല്ലെ? ഇപ്പൊ EMIക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സാധനം വാങ്ങിയിട്ട് പിന്നീട് പൈസ അടയ്ക്കും. അതാണ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ഡീഫേർഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിലേക്കുള്ള പേയ്മെന്റ് എനേബിൾ ചെയ്യുന്നെന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. അദ്ദേഹം ആ പൈസ സൂക്ഷിക്കാനാണ് ബാങ്കിൽ കൊണ്ടിട്ടത് കേട്ടോ. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ഡീഫേർഡ് പേയ്മെന്റും സ്റ്റോർ ഓഫ് വാല്യൂയും തമ്മിൽ ഒരിക്കലും തിരിഞ്ഞു പോകരുത്. പിന്നെ കണ്ടീജന്റ് ഫങ്ഷൻസ് അധികം ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത് ഓഡിയോ മീൻ ബൈ ലിക്വിഡിറ്റി ട്രാപ്പ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. മക്കളെ, എന്താ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്? സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കുറഞ്ഞ് ഏറ്റവും താഴത്തെ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റ് ആകും. നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആരും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയില്ല. അങ്ങനെ ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ച പൈസ എൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ സ്പെക്യുലേഷൻ വെച്ച പൈസ എൻ്റെ കയ്യിൽ ഉണ്ടാവൂലേ? അപ്പൊ സ്പെക്യുലേഷൻ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവില്ല എൻ്റെ കയ്യിൽ. അപ്പൊ ഈ പൈസ ഇഷ്ടംപോലെ ഉണ്ടാവുന്ന സിറ്റുവേഷനെയാണ്, ഇൻഫിനിറ്റ് ആകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ്, ദ്രവത്വ കെണി എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കുറഞ്ഞ ലോവസ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുന്ന സിറ്റുവേഷൻ അല്ലേ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആകുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റ് കണക്ട് ആയാലും നിങ്ങൾക്ക് ഡിമാൻഡിൽ സപ്ലൈയിൽ നിങ്ങൾ പഠിക്കും അല്ലെ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇൻഫിനിറ്റി നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റ് അല്ലെങ്കിൽ പരിപൂർണ ഇലാസ്തികതയിലാകുന്ന സാഹചര്യമാണ്. ഇതിന്റെ
ഡയഗ്രാം മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഇങ്ങനെയാണ് ഇങ്ങനെ വീണ് പോകുന്ന ഒരു ഡയഗ്രാമാണ്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞ ഡയഗ്രാമാണ്. ഇവിടെയാണ് പലിശ നിരക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് വൈ ആക്സിസിൽ, ഇവിടെയാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വരുന്നത് എക്സ് ആക്സിസിൽ. ഈ ഒരു പോർഷനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അടുത്ത ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ മോണിറ്ററി പോളിസി ഓഫ് RBI ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ദ ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ RBI കൊണ്ടുവന്ന പോളിസി ടൂൾസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം രണ്ട് തരത്തിലാണ് ഉള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും ക്വാളിറ്റേറ്റീവ് ടൂൾസും. ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് ഇത്ര ഏറെ ടൂൾസ് ഉണ്ട്. LRR എന്ന് പറയുമ്പോൾ അതിനകത്ത് CRRും ഉണ്ട്, SLRും ഉണ്ട്. എന്താണ് CRR എന്ന് പറയുന്നത്? നിയമാനുസൃതമായിട്ട് ചില പൈസ നമ്മൾ മാറ്റി വെക്കണം അല്ലെ. അതായത് ഇപ്പോൾ ഒരാൾ 10,000 രൂപ കൂടി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ CRR RBI പറയാണ് 10,000 എടുത്ത് നിങ്ങൾക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല, അതിന്റെ 20% മാറ്റി വെക്കണം. 10,000 20 എന്ന് പറയുന്നത് 2,000 നിങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കി ഉള്ള എമൗണ്ട് 8,000 അത് മാത്രമേ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ CRRന്റെ പലിശ ഈ ശതമാനം ഉണ്ടല്ലോ, ഇത് വേണമെങ്കിൽ RBIക്ക് കൂട്ടാം കുറയ്ക്കാം, കാരണം RBI ആണ് നിശ്ചയിക്കുന്നത് ഇത്. അതാണ് CRR. ഈ SLR എന്ന് പറയുന്നത് ബാങ്ക് ലിക്വിഡ് അസറ്റ് ആയിട്ട് കുറച്ച് വെക്കണം, ബാങ്കിൽ തന്നെ പൈസ വെക്കണം, അതാണ് SLR എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് RBI എന്ത് ചെയ്യാണ്? ഈ സെക്യൂരിറ്റി, ഗവൺമെന്റ് സെക്യൂരിറ്റികൾ വിൽക്കുന്നതിനെയും വാങ്ങുന്നതിനെയുമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും എന്ന് പറയുന്നത്, റിപ്പോ റേറ്റ് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ പൈസ ഇല്ല, കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുടെ കയ്യിൽ നിന്നും കടം വാങ്ങും. കടം വാങ്ങുമ്പോൾ RBI ഒരു പലിശ ഈടാക്കും. ആ പലിശേനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ എക്സ്ട്രാ പൈസ ഉണ്ട്. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് വിചാരിക്കുകയാണ് കുറച്ച് പൈസ RBIയിൽ കൊണ്ടുവയ്ക്കാം, പൈസ എവിടെ കൊണ്ടുവച്ചാലും നമ്മൾ ഇതിന് പലിശ കൊടുക്കണം. അപ്പൊ RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് തിരിച്ച് അങ്ങോട്ട് പലിശ കൊടുക്കും. ആ കൊടുക്കുന്ന നിരക്കിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ വർക്കിംഗ് മക്കൾ പഠിച്ചിരിക്കണം. LRR ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് മണി സപ്ലൈ കൂടിയ സിറ്റുവേഷൻ ആണ്, ഡീഫ്ലേഷൻ എന്ന് പറയുന്നത് മണി സപ്ലൈ കുറഞ്ഞ സിറ്റുവേഷൻ ആണ്. LRR ഇൻഫ്ലേഷൻ സമയത്ത് കൂട്ടുകയും ഡീഫ്ലേഷൻ സമയത്ത് കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഇൻഫ്ലേഷൻ സമയത്ത് സെല്ല് ചെയ്യുകയും ഡീഫ്ലേഷൻ സമയത്ത് ബൈ ചെയ്യുകയും, സെക്യൂരിറ്റികൾ സെല്ല് ചെയ്യും ബൈ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഇൻസെൽ എന്ന് പഠിച്ചു വയ്ക്കുക, സിമ്പിൾ കോഡ്. ഇൻഫ്ലേഷൻ സമയത്ത് സെല്ല് ചെയ്യും. ഡിബൈ എന്ന് പഠിച്ചു വയ്ക്കുക, ഡീഫ്ലേഷൻ സമയത്ത് ബൈ ചെയ്യും. ഇനി റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ സമയത്ത് കൂട്ടുകയും ഡീഫ്ലേഷൻ സമയത്ത് കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്, സെയിം ആസ് LRR. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ്ലി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഡയഗ്രാം അങ്ങ് തന്നിട്ടുണ്ട്. ഇറ്റ് ഷോസ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ 2 sector എക്കോണമി. അപ്പൊ നമുക്ക് മനസ്സിലായി 2 sector ആയതുകൊണ്ട് ഏത് ചാപ്റ്റർ ആണ്? ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് അല്ലേ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് കൂടിയാൽ ഇക്വിലിബ്രിയം ഇൻകത്തിലും ഔട്ട്പുട്ടിലും ഉണ്ടാവുന്ന ചേഞ്ച് കാണിക്കാനാണ്. ആദ്യം മക്കൾക്ക് ഇത് വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിരിക്കണം. എക്സും വൈയും വരച്ചിട്ട് അഗ്രിഗേറ്റ് സപ്ലൈ 45 ഡിഗ്രി ആംഗിൾ ആണ്, ഏകദേശം ഇതിനെ നടുവിലേക്ക് മുറിക്കുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അഗ്രിഗേറ്റ് സപ്ലൈ വൈയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ മാർക്ക് ചെയ്തു. AS AD തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഈ ഇക്വിലിബ്രിയം ഇൻകം. അതേപോലെ തന്നെ അവിടെ നിന്നുള്ള ഡിമാൻഡ് ആണ് ഇക്വിലിബ്രിയം അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതിനെ AD സ്റ്റാർ എന്നും ഇക്വിലിബ്രിയം ഇൻകത്തിനെ നമ്മൾ Y സ്റ്റാർ എന്നും വിളിച്ചു. ഇനി ഇവിടെ ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് കൂടുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കൂടിയാൽ AD കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? AD കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. വേറെ കളർ വെച്ച് കാണിക്കാം അല്ലെ, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. പുതിയ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇവിടെയാണ്. പുതിയ ഇക്വിലിബ്രിയം അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് വേറെ ഫോം ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? ഇക്വിലിബ്രിയം ഇൻകവും കൂടി, ഇക്വിലിബ്രിയം അഗ്രിഗേറ്റ് ഡിമാൻഡും ഇവിടെ കൂടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പം ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡും കൂടും, ഇൻവെസ്റ്റ്മെന്റ് കുറയുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡും കുറയും. ഇവിടെ വേറെ ഈ ഒരു ഇത് നമ്മൾ ഇക്വിലിബ്രിയം ഇൻകം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലല്ലേ നമ്മൾ കാണുന്നത്. ഇനി ഓൾജിബ്രിക് മെത്തേഡിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ഇത് ഇങ്ങനെയാ ചോദ്യം ചോദിക്കുക. കൺസെപ്ഷൻ ഫംഗ്ഷൻ ഓഫ് 2 sector എക്കോണമീസ് ഗിവൻ ബിലോ. C is equal to 100 plus 0.8y, I is equal to 250. Find equilibrium income. എന്താ ഇക്വേഷൻ? C bar plus I bar divided by 1 minus C. മക്കളെ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട് കേട്ടോ. കാൽക്കുലേറ്റർ എടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. C bar 100 ആണ്, I bar 250 ആണ്. ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ. 1 minus 0.8 350 divided by 0.2. 1 minus 0.8 0.2 ആണ്. 350 divided by 0.2
1750 എന്ന് കിട്ടും. ഇനി ബാക്കി രണ്ടെണ്ണം ചെയ്യേണ്ട ആവശ്യമില്ല, ഭയങ്കര സിമ്പിൾ ആണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് 70 കൂടി എന്നുള്ളതാണ്. അപ്പം 250ന്റെ കൂടെ 70 ആഡ് ചെയ്യുക, നമുക്ക് 320 കിട്ടും. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാറിയിട്ടുണ്ട് 320ലേക്ക്. ഈ 250ക്ക് പകരം 320 ഇട്ട് കൊടുക്കാം. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ MPC 0.6 ആവുകയാണെങ്കിൽ, അതായത് ഈ 0.8ന് പകരം 0.6 ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ ഒക്കെ സെയിം ആണ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം, ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കണോമി. ഇവിടെ ആദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെ കുറേ സാധനങ്ങൾ തരും. ഇതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടും തരം തിരിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെയ്താലോ? ഫസ്റ്റ് മക്കളെ, റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാത്ത, ലയബിലിറ്റികൾ റെഡ്യൂസ് ചെയ്യാത്ത ഒരു എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സ്വത്തുക്കൾ ക്രിയേറ്റ് ചെയ്യുന്നതുമില്ല, ഉള്ള ലയബിലിറ്റി കുറയ്ക്കുന്നതുമില്ല. എക്സാമ്പിൾ എന്ന് പറയാം, സാലറി, സബ്സിഡി, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെയാണ് എന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അസറ്റ്, അതായത് ക്യാപിറ്റൽ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയ പ്ലാനും പ്രൊജക്ടുകളും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ലയബിലിറ്റി കുറയ്ക്കുന്ന, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി തരംതിരിക്കാം നമുക്കല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, അവിടെ മിസ് തരംതിരിച്ച് എഴുതിയിട്ടുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അത് സബ്സിഡി, അത് ഗവൺമെന്റിന്റെ ബാധ്യത കുറയ്ക്കുന്നുണ്ടോ? ഇല്ല. അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാൽ കൊടുത്തേ പറ്റത്തുള്ളൂ, എക്സ്പെൻഡിച്ചർ ആണ്, ചെലവാണ്, സബ്സിഡി കൊടുക്കണം. ഗവൺമെന്റ് സ്റ്റാഫിനുള്ള സാലറി, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഗ്രാൻഡ് ടു സ്റ്റേറ്റിന് കൊടുക്കുന്ന ഗ്രാൻഡ് ഒക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് പെടുന്നത്. ഇനി നമ്മൾ എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ അടയ്ക്കണം ഗവൺമെന്റ്, അതും റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഫോറിൻ ഗവൺമെന്റിനും അതേപോലെ തന്നെ സ്റ്റേറ്റിനും ഒക്കെ കൊടുക്കുന്ന ലോണുകൾ എന്നാലും തിരിച്ചടയ്ക്കും. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് ലയബിലിറ്റി കുറയ്ക്കുന്നത് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ക്യാപിറ്റൽ പ്രൊജക്ട്, ഇപ്പം നമ്മൾ പുതിയൊരു റോഡ് ഉണ്ടാക്കുക, പുതിയൊരു എയർപോർട്ടുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ ഗവൺമെന്റിന്. ഇനി ഇൻവെസ്റ്റ്മെന്റ്, പുതിയ ഷെയറുകളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അത് ഗവൺമെന്റിന് നല്ല കാര്യങ്ങളാണ്. അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലയബിലിറ്റികൾ റെഡ്യൂസ് ചെയ്യുന്നതാണ്. അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ തരംതിരിക്കാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണ് തന്നിരിക്കുന്നത്, അതിന്റെ അർത്ഥം എന്താണ്. ഇപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അർത്ഥം മനസ്സിലാക്കി എഴുതി കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ്സ്. കുറച്ച് സ്പീഡിൽ പോവാട്ടോ. എന്തൊക്കെയാണ് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? നമുക്ക് അലോക്കേഷൻ ഫംഗ്ഷൻ ഉണ്ട്, എല്ലാവർക്കും എല്ലാ ഗുഡ്സും അവൈലബിൾ ആക്കുക. ഇനി അതേപോലെ റീഡിസ്ട്രിബ്യൂഷൻ, നമുക്കറിയാം റിച്ച് ആയിട്ടുള്ള പോരായിട്ടുള്ള ആൾക്കാരുണ്ട്, ആ ഒരു ഇൻഇക്വാളിറ്റി ഭയങ്കരമായിട്ടും ഇന്ത്യയിൽ കൂടുതലാണ്. അപ്പൊ ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഈ പോരായിട്ടുള്ള ആൾക്കാരിലേക്ക് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാമിൽ എന്ന പൈസ രീതിയിൽ കൊടുക്കുക. അതായത് അത് നടക്കുന്നത് നല്ല രസമാണ്. അതായത് ഈ ഇൻകം കൂടിയ ആൾക്കാരിൽ നിന്നുള്ള പൈസ പാവപ്പെട്ട ആൾക്കാർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിനെയാണ് നമ്മൾ റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ ആണ്. അതായത് ഗവൺമെന്റ് നമ്മുടെ എക്കണോമിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി എടുക്കുന്ന പോളിസീസിനെയാണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ബഡ്ജറ്റിന്റെ കുറേ സാധനങ്ങൾ തരും ഫില്ല് ചെയ്യാനായിട്ട്. ബഡ്ജറ്റ് രണ്ട് തരത്തിലാണ്, റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. റവന്യൂക്കകത്ത് റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും, ക്യാപിറ്റലിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റവന്യൂ ഉണ്ട്. ഇനി ക്യാപിറ്റൽ റവന്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ലയബിലിറ്റി കുറയ്ക്കുന്നില്ല, അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ബോറോയിങ്, ലോൺ റിക്കവറി, സ്മോൾ സേവിങ്സ്, ഇതൊക്കെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരിക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, അത് തന്നെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് വരിക, പ്ലാനും നോൺ പ്ലാനും. ഇനി റവന്യൂ റെസിപ്റ്റിനകത്ത് ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, ഇത് രണ്ടെണ്ണമാണ് വരുന്നത്. കൃത്യമായിട്ട് ഓർത്ത് പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. സിമ്പിൾ അല്ലേ? അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഓപ്പൺ എക്കോണമി, മാക്രോ എക്കണോമിക്സ്, തുറന്ന സമ്പദ് വ്യവസ്ഥ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ചോദ്യമാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. BOTയും BOPയും തമ്മിലുള്ള വ്യത്യാസം. മക്കളെ നോക്കാം. BOT എന്ന് പറയുമ്പോൾ അതിനകത്ത് വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ഗുഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ BOPയിൽ ഇൻവിസിബിൾസും ആണ്, അതായത് ഗുഡ്സും സർവീസും എല്ലാം നമ്മൾ BOPയിൽ നോക്കും. ഇനി BOT എന്ന് പറയുന്നത് അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ പറ്റി എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ലേ BOPയിൽ? ഉണ്ട്. ഇനി ഒരു നാരോവർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഒരു ചുരുങ്ങിയ ചിന്താഗതി, ഒരു ചുരുങ്ങിയ ഒരു കൺസെപ്റ്റ് ആണ്. ഇവിടെ ബ്രോഡർ ആയിട്ടുള്ള BOPയിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഇങ്ങനെ ഒരുപാട് അക്കൗണ്ട്, അത് ഇത് എല്ലാം ഉണ്ട്. ഇനി മേ ബി സർപ്ലസ്, BOT സർപ്ലസ് ആകാം,
ഡെഫിസിറ്റ് ആകാം അല്ലെങ്കിൽ ബാലൻസ്ഡ് ആകാം. പക്ഷെ BOP ബാലൻസ് ഓഫ് പേയ്മെന്റ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ രാജ്യം എന്തോ അപകടാവസ്ഥയിലാണ്. BOP എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാവണം. ഇനി നിങ്ങൾക്കൊക്കെ പിന്നെ മെയിനായിട്ട് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ എന്ത് കമ്പോണൻസ്. അതാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പബ്ലിക് എക്സാമിലേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്, BOP എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. BOP എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ മോണിറ്ററി ട്രാൻസാക്ഷനെ എല്ലാം നമ്മളൊരു റെക്കോർഡിലാക്കി കാണിക്കുന്നതിനെയാണ് BOP എന്ന് പറയുന്നത്. ഒരു രാജ്യം എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഫോറിൻ രാജ്യവുമായിട്ട് നടത്തി, അതിനകത്ത് വിസിബിൾ ഐറ്റംസും ഉണ്ട്, ഇൻവിസിബിൾ ഐറ്റംസും ഉണ്ട്. വിസിബിൾ എന്ന് പറയുമ്പോൾ ഗുഡ്സ്, ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ സർവീസ് ആണ്. അപ്പോൾ നമുക്ക് 2 അക്കൗണ്ട് ആണ് മക്കളെ, കറണ്ടും ക്യാപിറ്റലും. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസ്, ട്രാൻസ്ഫർ പേയ്മെന്റ്, ഇത് 3ഉമാണ് കറണ്ട് അക്കൗണ്ടിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഉള്ളത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഉള്ളത് ഇൻവെസ്റ്റ്മെന്റ്, എക്സ്റ്റേണൽ ബോറോയിങ്സ്, എക്സ്റ്റേണൽ അസിസ്റ്റന്റ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കമ്പോണൻസിനെ പറ്റി ഈ മോഡൽ എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തുള്ളത്? ഇൻവെസ്റ്റ്മെന്റ്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ബോറോയിങ്, എക്സ്റ്റേണൽ അസിസ്റ്റന്റ്. മെയിൻ ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മൊത്തത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ, അതായത് ഈ മണി, സ്റ്റോക്ക്, ബോണ്ട് ഇവയുമായി ചുറ്റിപ്പറ്റിയുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊടുക്കുന്നത്. പക്ഷേ കറണ്ട് അക്കൗണ്ടിൽ നിങ്ങൾ നോക്കിക്കേ, കറണ്ട് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ട്രേഡ് ഇൻ ഗുഡ്സ്, സർവീസ്, ട്രാൻസ്ഫർ പേയ്മെന്റ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് 2 ആൾക്കാരുണ്ട്, ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് ഇൻവിസിബിളും. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്? എക്സ്പോർട്ടും ഇമ്പോർട്ടും. എന്തിന്റെ? ഗുഡിന്റെ. വിസിബിൾ ഐറ്റത്തിന്റെ കയറ്റുമതിയും ഇറക്കുമതിയാണ് ബാലൻസ് ഓഫ് ട്രേഡിലുള്ളത്. അതിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ BOT, ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഇനി ബാലൻസ് ഓഫ് ഇൻവിസിബിൾ എന്താണ്? എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും ഡിഫറൻസ്. എന്തിലുള്ള ഡിഫറൻസ് ആണ്? ഇൻവിസിബിൾ ഐറ്റം ട്രേഡിൽ. ഇപ്പൊ വാല്യൂ ഓഫ് ഇമ്പോർട്ട് ഇൻ ട്രേഡ്, വാല്യൂ ഓഫ് എക്സ്പോർട്ട് ഇൻ ട്രേഡ്, ഇതിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാലൻസ് ഓഫ് ഇൻവിസിബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ BOPയിൽ മെയിൻ ആയിട്ട് 2 അക്കൗണ്ട് ആണ്, കറണ്ടും ക്യാപിറ്റലും. കറണ്ടിനകത്ത് വീണ്ടും 2 ആൾക്കാരുണ്ട്, BOTയും അതേപോലെ തന്നെ ബാലൻസ് ഓഫ് ഇൻവിസിബിൾസും. അപ്പം ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒരുപാട് ചോദ്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല, എന്നാൽ ഒരു ചാപ്റ്ററിന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നും മിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, മിസ്സിന് അറിയാം. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് നല്ല രീതിയിൽ കൂടും. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരത്തുള്ള ലൈവിൽ എല്ലാ മക്കളും വന്ന് പങ്കെടുക്കുക. ഓരോ ചാപ്റ്ററും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. ഓൾ ദി ബെസ്റ്റ്.